ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നുവെന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. സഹോദരരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നുവെന്നും അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അത് 1-2 വാക്യങ്ങൾ അങ്ങനെ വായിക്കുമ്പോൾ, മോശയോട് ചേർന്നു എന്ന് വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്രേ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ഒരേ ആത്മീക പാനീയം കുടിക്കുകയും ചെയ്തു. തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്രേ അവർ കുടിച്ചത്. അതിൻ്റെ 3-ാമത്തെ വാക്യം എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിക്കുകയും ചെയ്തു എന്ന് ആണ് അവിടെ കിടക്കുന്നത്. മോശയോട് ചേർന്നു എന്ന് എഴുതിയേക്കുന്നെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മോശയോടല്ല, ക്രിസ്തുവിനോട് ചേർന്നു എന്ന് മനസ്സിലാക്കണം. എന്നാൽ അവർ ക്രിസ്തുവിനോട് ചേർന്നോ എന്ന് ചോദിച്ചാൽ അതിപ്പം നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒന്നും പറയാനും പറ്റിയാൽ അതൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യണം. ഇന്നത്തെ വിശ്വാസികളും യേശു ക്രിസ്തുവിനോട് ചേരാൻ സ്നാനപ്പെട്ടു, എന്നാൽ ചേർന്നോ എന്ന് ചോദിച്ചാൽ അത് വളരെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ പണത്തോട് ചേർന്നു, ചിലർ നാട്ടുകാരോട് ചേർന്നു, ചിലർ വിശ്വാസികളെന്ന് പറയുന്നവരോട് ചേർന്നു, നല്ലൊരു ശതമാനം ആളുകൾ സംഘടനയോട് ചേർന്നു, പിന്നെ അന്യഭാഷ ഉൾപ്പെടെ എന്തിനോടൊക്കെയോ അങ്ങ് ചേർന്നു. പക്ഷെ ദൈവത്തോട് ചേർന്നോ എന്നറിയത്തില്ല. അത് അവരവർ തന്നെ കണ്ടുപിടിക്കണം. എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, ചേർന്നത് സംഘടനയോടാണോ സഭക്കാരോടാണോ എന്നതിനോടാണ് ചേർന്നതെന്നുള്ളത് ഓരോരുത്തരും കണ്ടുപിടിച്ചില്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു മറുപടി പറയേണ്ട ഒരു ദിവസം ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. ഞാനീ പറയുന്നത് അങ്ങനെ എല്ലാ മനുഷ്യനും ഒരു ന്യായവിധി വരും. ആ ന്യായവിധിയുടെ സമയത്ത് ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലണം. ഏത് ജാതി മതത്തിൽപ്പെട്ടവരും ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലണം. ചെല്ലുമ്പോൾ നമ്മൾ ജീവിതത്തിൽ കൂടെ കടന്നു പോയതും നമ്മൾ അറിഞ്ഞും അറിയാതെ ഒപ്പിച്ചു വെച്ച എല്ലാ കോലങ്ങളും അല്ലെങ്കിൽ എല്ലാ പാവങ്ങളും ദൈവം വചനത്തിൻ്റെ വ്യവസ്ഥ നമ്മളെ കാണിച്ചു തരും. ആ സാഹചര്യങ്ങൾ സഹിതം കാണിച്ചു തരും. നമുക്ക് ഒഴിവാക്കാനൊന്നും മേലാത്ത രീതി ദൈവം കാണിച്ചു തരും. അതുകൊണ്ട് ചേർന്നില്ലെങ്കിൽ, ദൈവത്തോട് ചേർന്നില്ലെങ്കിൽ, വചനത്തോട് ചേർന്നില്ലെങ്കിൽ അതിന്ന് ചേർന്നോണം. കാരണം ഇതൊക്കെ ഒരു അന്ത്യകാല ശുശ്രൂഷകളായി കണക്ക് കൂട്ടണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും മോശയോട് ചേർന്നു എന്ന് അവിടെ എഴുതിയേക്കുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ അത് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മളിങ്ങോട്ട് പഠിച്ച് യഥാർത്ഥത്തിൽ വരേണ്ടതുപോലെ വരുമ്പോൾ യേശുവിനോടാണ് ചേരേണ്ടത്. യേശുവിനോട് ചേർന്നു എന്ന് നമുക്ക് പഠിക്കണം. അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത് എല്ലാവരും ഒരേ ആത്മീക ആഹാരം കഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം എന്ന് അന്നത്തെ കാലത്ത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം ഇവരവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇവർ കഴിച്ച പെസഹ, പിന്നെയുള്ളത് ഇവർക്ക് ഡെയിലി കൊടുത്ത മന്ന. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് ശരിക്കും 2 സംഭവങ്ങളാണ്. ഒന്ന് ദൈവവചനം, 2 തിരുവത്താഴം. ഇത് രണ്ടുമാണ് ആത്മീക ആഹാരം എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് പെസഹായും ദൈവവചനവും അതോടൊപ്പം തന്നെ അവർക്ക് കൊടുത്ത സ്വർഗീയ മന്ന, ഇതിനെയൊക്കെ ഓരോ ദിവസത്തേനൊക്കെ അവർക്കുള്ള ഭക്ഷണം മരുഭൂമിയിലെ ദൈവം കൊടുക്കുകയായിരുന്നു. അതിനെയൊക്കെ ആത്മീക ആഹാരം എന്ന് പറയാമെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്നത് 1 തിരുവത്താഴവും 2 ദൈവത്തിൻ്റെ വചനവുമാണ്. ഇനി ആത്മീക പാനീയം കുടിച്ചു എന്ന് പറയുമ്പോൾ അതിനെ 1 പരിശുദ്ധാത്മാവിനെയും 1 യേശുവിൻ്റെ രക്തത്തെയും അത് സൂചിപ്പിക്കുന്നു. അപ്പോൾ അന്ന് പെസഹ യേശുവിൻ്റെ നിഴലായ കുഞ്ഞാടിൻ്റെ മാംസവും ദോശയും അവർ കഴിച്ചപ്പോൾ രക്തം വീടുകളുടെ കട്ടിളപ്പടികളിൽ തേച്ച് വെച്ചു. കാരണം സംഹാരദൂതൻ ഈ കുഞ്ഞാടിൻ്റെ രക്തം തേച്ച് വെച്ച കട്ടിളപ്പടികളുള്ള വീടുകൾ ഒഴിഞ്ഞങ്ങ് പോയി. ഈ സംഹാരദൂതൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു ദൂതനാണ്, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ദൂതനാണ്. ആ ദൂതൻ ഓരോ വീടിൻ്റെയും കട്ടിളപ്പടികളിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തമുള്ള
രക്തം പുരട്ടിയ കട്ടളപ്പടികളുള്ള വീടുകളെ ഒഴിവായിപ്പോയി. ആ കുഞ്ഞാടിൻ്റെ തന്നെ മാംസവും ദോശയും ചേർത്താണ് അവർ ഈ പെസഹ കഴിച്ചത് എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി ഇതേ പെസഹ യോഹന്നാ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിഴലല്ലാത്ത യാഥാർത്ഥ്യമായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ഒറിജിനലായ യേശുവിൻ്റെ ശരീരവും രക്തവും എന്ന ഉറപ്പിൽ യേശു അപ്പവും വീഞ്ഞും ആക്കി തന്നു. അതായത് ഈ പഴയ നിയമ കാലഘട്ടത്തിലെ പെസഹ തന്നെയാണ് പുതിയ നിയമത്തിൽ തിരുവത്താഴമാക്കി യേശു മാറ്റി തരാം. ഐറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതിനകത്ത് ദോശയായിരുന്നു, പുളിപ്പില്ലാത്ത ദോശയായിരുന്നു, എന്നാൽ മാംസവുമായിരുന്നു. ഇപ്പോൾ അത് കർത്താവ് യേശു അത് പുളിപ്പില്ലാത്ത അപ്പവും വീഞ്ഞും ആക്കി തന്നു. അതായത് യഹൂദന് കൊടുത്ത പെസഹയിൽ അപ്പവും കുഞ്ഞാടിൻ്റെ മാംസവും ആയിരുന്നു കട്ടളപ്പടിയിൽ രക്തവും. എങ്കിൽ ഇവിടെ യേശുവിൻ്റെ ശരീരവും രക്തവുമായ അപ്പവീഞ്ഞുകൾ യഹൂദന് പഴയ നിയമ വ്യവസ്ഥയിൽ കൊടുത്തത് പുളിപ്പില്ലാത്ത ദോശയും കുഞ്ഞാടിൻ്റെ മാംസവും കട്ടളപ്പടിയിൽ യേശുവിൻ്റെ നിഴലായ കുഞ്ഞാടിൻ്റെ രക്തവും. ഇവിടെ പുതിയ നിയമ വ്യവസ്ഥയിൽ നമുക്ക് യേശുവിൻ്റെ ശരീരമായ മാംസമായ അപ്പവും യേശുവിൻ്റെ രക്തമായ വീഞ്ഞും. ഏതിനാണ് പവർ കൂടുതൽ, ഏതിനാണ് ശക്തി കൂടുതലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിഴലിനാണോ പൊരുളിനാണോ? അപ്പോൾ പൊരുളായ യഥാർത്ഥമായ യേശുവിൻ്റെ ശരീരമായ അപ്പത്തിനും യേശുവിൻ്റെ രക്തമായ മാംസത്തിനുമാണ്, അതായത് തിരുവത്താഴത്തിനാണ് പെസഹയെക്കാളും ശക്തി കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാകും. മറ്റേതെല്ലാം നിഴലായിരുന്നു, ഇത് പൊരുളായിരുന്നു. ഇനി അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 39, 40, 41 വായിച്ചാട്ടെ. മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോന്ന കുഴച്ച മാവ് കൊണ്ട് അവർ പുളിപ്പില്ലാത്ത ദോശ ചുട്ടു. അവരെ മിസ്രൈമിൽ നിന്ന് വേഗത്തിൽ ഓടിച്ചു വിട്ടതിനാൽ അത് പുളിച്ചിരുന്നില്ല. അവർ വഴിയാഹാരമൊന്നും ഒരുക്കിയിരുന്നതുമില്ല. ഇസ്രയേൽ മക്കളുടെ മിസ്രൈമിലെ പരദേശവാസം 430 വർഷമായിരുന്നു. യഹോവയുടെ ഗണങ്ങളെല്ലാം 430 വർഷം തികഞ്ഞ ആ ദിവസം തന്നെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു. യഹോവ അവരെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചതുകൊണ്ട് അത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാകുന്നു. ഇസ്രയേൽ മക്കൾ എല്ലാവരും തലമുറയായി യഹോവയ്ക്ക് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാകുന്നു ഇത്. ഈ ഭാഗം നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ട ഭാഗമാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത ദോശ ചുട്ടു. അവരെ തിടുക്കത്തിൽ ഈജിപ്തിൽ നിന്ന് ഓടിച്ചു വിട്ടത് കൊണ്ട് മാവ് പുളിച്ചിരുന്നില്ല, യാത്രയ്ക്ക് വേണ്ട ഭക്ഷണവും അവർ കരുതിയിരുന്നില്ല. ഇസ്രയേൽ ജനം ഈജിപ്തിൽ പാർത്തിരുന്ന കാലഘട്ടം 430 വർഷമായിരുന്നു. ആ 430 വർഷം തീരുന്ന ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളെല്ലാം ഈജിപ്റ്റ് വിട്ടുപോയി. നമ്മൾ സാധാരണഗതി മനസ്സിലാക്കുന്നത് മോശ 10 അത്ഭുതങ്ങൾ അവിടെ കാണിച്ചു. 10-ാമത്തെ അത്ഭുതമായ സംഹാരദൂതം വന്ന് കടിഞ്ഞൂലുകളെയെല്ലാം സംഹരിക്കുന്നത് വരെ 5-8 അത്ഭുതങ്ങളുമൊക്കെ 6-7 അത്ഭുതങ്ങളുമൊക്കെ ഫറവോൻ്റെ മന്ത്രവാദികളും കാണിച്ച് അങ്ങനെ ഫറവോൻ്റെ എല്ലാ പവറും തീർത്ത് കറക്റ്റ് സമയത്ത് അങ്ങ് ഇറക്കിക്കൊണ്ട് പോയെന്ന് നമ്മൾ പഠിക്കുമ്പം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമത്തത്തിലായിരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി 430 വർഷമായിരുന്നു. ഈ 430 വർഷം പൂർത്തിയായ ദിവസം തന്നെയാണ് ഇവരെ ഈജിപ്തിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു വന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ വിടുവിക്കപ്പെടേണ്ട സമയമാകുന്ന ആ ദിവസം നമ്മൾ മറന്നു പോയാലും ദൈവം നമ്മളെ വിടുവിക്കും. അതിനകത്ത് ഒരു മാറ്റവും വേണ്ട. 430 ദിവസം പൂർത്തിയായ അന്ന് എന്നാൽ പിന്നെ ആ ദോശ പുളിച്ച് ചുട്ട് തിന്നിട്ട് പോകാം എന്നുപോലും ദൈവം സമ്മതിച്ചില്ല. ദൈവം ആ പുളിപ്പില്ലാത്ത ദോശ അതും കൂടെ കഴിച്ചിട്ട് അവരെ അവിടുന്ന് കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ 42-ാമത്തെ വാക്യം പറയുന്നത്, അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ട് പോകുന്നതിനാൽ യഹോവയ്ക്ക് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാണ് അത്. ഇസ്രയേലിയർ എല്ലാവരും തലമുറയായി ആ രാത്രി ആചരിക്കേണ്ടതാകുന്നു എന്നാണ് എഴുതിയേക്കുന്നത്.
അത് പെസഹ അല്ല, ഈ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഉള്ള തിരുവത്താഴത്തിൻ്റെ തുടക്ക ഭാഗമായത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കാം. അതായത് കർത്താവ് യഹൂദന് കൊടുത്ത, പഴയ നിയമകാലത്ത് കൊടുത്ത പെസഹ ചില മാറ്റങ്ങൾ വരുത്തി പുതിയ നിയമ തിരുവത്താഴമാക്കി മാറ്റിയത്. അതിൻ്റെ വശങ്ങൾ നമ്മളെല്ലാം പഠിക്കുമ്പോൾ, നമ്മൾ പഠിച്ചു ചെല്ലുമ്പം അതങ്ങനെ തന്നെയാണ് എന്ന് പല ഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിച്ച് പഠിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറയായി ഈ രാത്രി നിങ്ങൾ ഇസ്രായേല്യർ ആചരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞെങ്കിൽ, കർത്താവെ, ആ പെസഹായെക്കുറിച്ച് കൂടുതൽ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് ദൈവം വെളിപ്പാട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവത്താഴത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പാടുകൾ ഞങ്ങളുടെ ഉള്ളിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ ഓരോ അങ്ങയുടെ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.